നരന്മാരിൽ വെച്ച് ഉത്തമനായ പുരുഷനാണ് പരീക്ഷിത്ത്. ഈ ഭൂമിയിലാകമാനം ബാധിക്കാനിരുന്ന കലിയെ അദ്ദേഹം നിയന്ത്രണത്തിലാക്കി. കലിയുടെ സ്ഥാനം എവിടെയൊക്കെയാണെന്ന് പരീക്ഷിത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് പരീക്ഷിത്ത് തൻ്റെ രാജ്യത്ത് ചൂതുകളി, മദ്യസേവ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എങ്കിൽ പോലും സൂത്രശാലിയായ കലി ഒരു നിമിഷം പരീക്ഷത്തിനെയും പിടികൂടി. അതുകൊണ്ടാണ് ചത്ത പാമ്പിനെ എടുത്ത് മഹർഷിയുടെ കഴുത്തിലിടാൻ പരീക്ഷത്തിന് തോന്നിയത്. ഈ സംഭവമെല്ലാം കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് പരീക്ഷത്തിന് താൻ ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നത്. കലിയുടെ പിടിയിൽ നിന്ന് മോചിതനായപ്പോഴാണ് താൻ മഹർഷിയോട് ചെയ്തത് എത്ര വലിയ തെറ്റാണ് എന്ന് പരീക്ഷിത്ത് ഓർത്തത്. മഹാനായ ആ മഹർഷിയെ അപമാനിച്ചതിൽ പരീക്ഷിത്ത് വല്ലാതെ ദുഃഖിച്ചു. താൻ വെള്ളം ചോദിച്ച് ചെല്ലുന്ന സമയത്ത് മഹർഷി ബ്രഹ്മധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള മഹർഷിയോടാണ് ഇത്രയും വലിയൊരു അപരാധം താൻ ചെയ്തിരിക്കുന്നത്. ഇതേക്കുറിച്ച് ഓർത്ത് പരീക്ഷിത്ത് പശ്ചാത്തപിച്ചു. ഇതിനുള്ള ശിക്ഷ ഉടൻ തന്നെ തനിക്ക് ലഭിക്കും. അതെന്തു തന്നെയായാലും താനത് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് എന്നിങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശമിക മഹർഷിയുടെ ശിഷ്യൻ ശാപവൃത്താന്തം അറിയിക്കാനായി കൊട്ടാരത്തിലെത്തി. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഇന്നേക്ക് 7-ാം നാൾ തക്ഷകൻ എന്ന മഹാസർപ്പം കടിച്ച് രാജാവ് മരിക്കും. ശമിക മഹർഷിയുടെ പുത്രൻ ശൃംഗി അങ്ങേ ശപിച്ചിരിക്കുന്നു. ശാപവൃത്താന്തം കേട്ട് പരീക്ഷിത്തൊന്നും മിണ്ടാതെ നിന്നു. അദ്ദേഹം വളരെ ശാന്തനായിരുന്നു. കാരണം താൻ ചെയ്ത തെറ്റിനുള്ള അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷത്തിന് ശമിക മഹർഷിയോടോ ബ്രാഹ്മണകുമാരനോടോ ഒരു തരത്തിലുള്ള ദേഷ്യമോ വരാനിരിക്കുന്ന തൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഭയമോ ദുഃഖമോ ഒന്നും തന്നെ ഉണ്ടായില്ല. ഭാഗവതോത്തമനാണ് പരീക്ഷിത്ത്. അതുകൊണ്ട് തന്നെ തനിക്ക് ലഭിച്ച ഈ ശാപത്തെ ഒരു അനുഗ്രഹമായി കാണാൻ പരീക്ഷത്തിന് സാധിച്ചു. പരീക്ഷിത്ത് ചിന്തിച്ചു, ഒരു കണക്കിന് ബ്രാഹ്മണകുമാരൻ തന്നെ രക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ വിഷയാസക്തിയിൽ താൻ തൽപരനായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ വിഷയാസക്തിയിൽ നിന്നെല്ലാം ഒരു വിരക്തി വരാനായിട്ട് ഈ ഒരു ശാപം മൂലം സാധിച്ചുവല്ലോ. അങ്ങനെയാണ് പരീക്ഷിത്ത് ചിന്തിച്ചത്. ഭഗവാനിലേക്ക് എത്താൻ ഭഗവാൻ തന്നെ തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തൊരു മാർഗമാണ് ഈ ഒരു ശാപമെന്ന് പൂർണ്ണമായും പരീക്ഷിത്ത് വിശ്വസിച്ചു. അതുകൊണ്ടാണ് പരീക്ഷത്തിന് ഈ ശാപവാർത്ത കേട്ട് ദുഃഖമോ ഭയമോ ഒന്നും തോന്നാതിരുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് സുഖവും ദുഃഖവും സമചിത്തതയോടെ കാണാൻ കഴിയണം. സുഖം വന്നാൽ അതിയായി സന്തോഷിക്കാതിരിക്കാനും ദുഃഖം വന്നാൽ അതിയായി ദുഃഖിക്കാതിരിക്കാനും സാധിക്കണം. നമുക്കൊരാപത്ത് സംഭവിക്കുമ്പോൾ അതിൽ നന്മ കാണാൻ കഴിയണം. ആപത്തിലും നന്മ കാണാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആ ആപത്തിനെ നേരിടണം. ഇങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിലുള്ള സജ്ജനങ്ങൾ. അങ്ങനെ ഭഗവത് ഭക്തനായ പരീക്ഷിത്ത് തനിക്ക് ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന 7 നാളുകൾ ഭഗവത് സ്മരണയിൽ മുഴുകിയിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തനിക്കുള്ളതെല്ലാം അദ്ദേഹം ദാനം ചെയ്തു. രാജകീയ ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിച്ചു. തൻ്റെ പുത്രനായ ജനമേജയനെ രാജാവാക്കി ഗംഗാതീരത്തിരുന്ന് പ്രായോപവേശം ചെയ്യാൻ തീരുമാനിച്ചു. എന്നുവെച്ചാൽ ഭഗവാന്റെ പാദങ്ങൾ കഴുകി പുണ്യമായതും തുളസിയുടെ ഗന്ധം കലർന്നതും എല്ലാ ദേവതകളുടെയും സാന്നിധ്യമുള്ളതുമായ പവിത്രമായ ഗംഗാനദിയുടെ തീരത്തിരുന്ന് നിരാഹാരനായി ഭഗവാനെ മാത്രം മനസ്സിൽ സ്മരിച്ച് ദേഹം വെടിയാൻ തീരുമാനിച്ചു.